ബീഹാറിൽ ഉപമുഖ്യമന്ത്രി പദം നൽകുമെന്ന് ഇന്ത്യ സഖ്യം പ്രഖ്യാപിച്ച മുകേഷ് സഹാനിയാണ് നിലവിലെ ചർച്ചാ വിഷയം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെങ്കിലും ഇന്ത്യ സഖ്യം ജയിച്ചാൽ സഹാനി ഉപമുഖ്യമന്ത്രിയാകുമെന്നാണ് സഖ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ സംസ്ഥാനത്തെ വലിയ ദൗത്യമേൽപ്പിക്കുമെന്ന് കോൺഗ്രസും RJDയും പ്രഖ്യാപിക്കാൻ കാരണമെന്താകും? ആരാണ് മുകേഷ് സഹാനി? എങ്ങനെ വികാസ്ശീൽ ഇൻകാസ് പാർട്ടിയും ഒപ്പം തന്നെ മുകേഷ് സഹാനിയും നിർണായകമാകുന്നത്? അവിടെയാണ് മുകേഷ് സഹാനിയുടെ കഴിഞ്ഞകാല യാത്രയും ജനങ്ങൾക്കിടയിലെ സ്വാധീനവും ബീഹാറിലെ ജാതി സമവാക്യങ്ങളും ചർച്ചയാകുന്നത്. 8ാം ക്ലാസ്സിൽ പഠനം നടത്തിയ മുകേഷ് സഹാനി 19ാം വയസ്സിൽ സ്വന്തം നാടായ ദർഭംഗയിലെ സോംപോൾ ബസാറിൽ നിന്ന് മുംബൈയിലേക്ക് വണ്ടി കയറി. ഇതോടെയാണ് സഹാനിയുടെ ബന്ധങ്ങൾ മാറുന്നത്. രാഷ്ട്രീയം സഹാനിയുടെ ലക്ഷ്യമായിരുന്നില്ല, അത് പിന്നീട് വന്നു ചേരുകയായിരുന്നു. അതൊടുവിൽ എത്തി നിൽക്കുന്നത് ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് കൂടിയാണ്. രാഷ്ട്രീയത്തിൽ വരും മുൻപ് ബോളിവുഡിലെ സെറ്റ് ഡിസൈനറായിരുന്ന 44-കാരൻ മുകേഷ് സഹാനിയുടെ ഡിസൈനിങ് ഇപ്പോൾ ബീഹാർ രാഷ്ട്രീയത്തിലും നിർണായകമാവുകയാണ്. ജാതി രാഷ്ട്രീയം നിർണായകമായ ബീഹാറിൽ ഏതെങ്കിലും സമുദായത്തിൻ്റെ പിന്തുണയുള്ള നേതാക്കളെ പിണക്കാൻ ഒരു തരത്തിലും വലിയ പാർട്ടികൾ മടിക്കും. ഇതാണ് മുകേഷിനും പിടിവള്ളിയായത്. നിഷാ സമുദായത്തിൻ്റെ ഉപവിഭാഗമായ മത്സ്യബന്ധനം തൊഴിലാക്കിയ മല്ല ജാതിയിൽ നിന്നുള്ള നേതാവാണ് മുകേഷ്. UPയിലും ബീഹാറിലും സാന്നിധ്യമുള്ള നിഷാദ്, മല്ല, സഹാനി സമുദായക്കാരാണ് മുകേഷിൻ്റെ വോട്ട് ബാങ്ക്. ജനസംഖ്യയുടെ ഏതാണ്ട് 9% വരും ഈ വിഭാഗക്കാർ. ബീഹാർ വോട്ടർമാരുടെ 12% ഈ സമുദായങ്ങളിൽ നിന്നാണ്. അതുമാത്രമല്ല, ബീഹാർ വോട്ടർമാരിൽ ഏകദേശം 30% വരുന്ന അതിപിന്നാക്ക വിഭാഗങ്ങൾക്കിടയിലും അതിസ്വാധീനമുണ്ട് ഇദ്ദേഹത്തിന്. ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പ് പോലും വിജയിച്ചിട്ടില്ലെങ്കിലും ബീഹാർ രാഷ്ട്രീയത്തിൽ മുകേഷ് നിഷേധിക്കാനാകാത്ത ശക്തിയായി മാറുകയാണ്. നരേന്ദ്രമോദിയുടെ പ്രീതി പറ്റിയ മുകേഷ് 2014-ൽ BJPക്കായി പ്രവർത്തിച്ചു. നിഷാദ് വിഭാഗത്തിന് പട്ടികജാതി പദവി നൽകാത്തതിൽ പ്രതിഷേധിച്ച് പിന്നീട് BJP വിട്ട് 2015-ൽ വികാസ്ശീൽ പാർട്ടി ഉണ്ടാക്കി. 2019-ൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാമുന്നണിക്കൊപ്പം ചേർന്നു. കഖാരി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച മുകേഷ് അവിടെ പരാജയപ്പെട്ടു. 2020-ൽ ഒക്ടോബറിൽ RJD നേതാവ് തേജസ്വി യാദവിൻ്റെ പത്രസമ്മേളന വേദിയിൽ നിന്ന് വാക്കൗട്ട് നടത്തി. തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു മാസം മുമ്പ് വീണ്ടും NDAയുടെ പാളത്തിലേക്ക് ചേക്കേറി. അവിടെ 4 സീറ്റ് ലഭിച്ചെങ്കിലും അന്നും ജയിക്കാനായില്ല. എങ്കിലും MLC ആക്കി നിതീഷ് കുമാർ സർക്കാരിൽ മന്ത്രിപദം നൽകി. BJPയുമായുള്ള ബന്ധം വഷളായതിൻ്റെ പേരിൽ 2022-ൽ മന്ത്രിസഭയിൽ നിന്ന് പുറത്താവുകയായിരുന്നു. പാർട്ടിയിലെ 3 MLAമാരെയും BJP ഒപ്പം ചേർത്തു. ഒടുവിൽ വീണ്ടും മഹാസഖ്യത്തിൻ്റെ അരികിലേക്ക് എത്തിയിരിക്കുകയാണ് ഇദ്ദേഹം. എന്നാൽ ഇവിടെയും ആവശ്യങ്ങൾ ഒട്ടേറെ സഹാനി മുന്നോട്ട് വച്ചിരുന്നു. 40 മുതൽ 50 സീറ്റ് വേണമെന്ന് സഹാനി ആവശ്യപ്പെട്ടതാണ് മഹാസഖ്യത്തിൻ്റെ സീറ്റ് വിഭജനം അനിശ്ചിതത്വത്തിലാക്കിയത്. VIPയുടെ സംഘടനാ ശക്തിയേക്കാൾ എത്രയോ അധികം സീറ്റാണ് അവർ ആവശ്യപ്പെട്ടത്. ഇത് കിട്ടിയില്ലെങ്കിൽ മുന്നണി വിടുമെന്നും സഹാനി ഭീഷണിപ്പെടുത്തി. സീറ്റ് വിഭജനം അനിശ്ചിതത്വത്തിലായതോടെ ബീഹാറിൻ്റെ ചുമതലയുള്ള മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് ഇടപെട്ടു. 15 സീറ്റുകളും ഉപമുഖ്യമന്ത്രി സ്ഥാനവും നൽകി ഒടുവിൽ സഹാനിയെ അനുനയിപ്പിക്കുകയായിരുന്നു. ജാതി രാഷ്ട്രീയം നിർണായകമായ ബീഹാറിൽ അതിപിന്നാക്ക വിഭാഗത്തിലെ വോട്ടർമാരെ ലക്ഷ്യമിട്ടാണ് മുകേഷ് സഹാനിയെ മഹാസഖ്യം മുന്നിൽ നിർത്തുന്നത്. 2020-ൽ NDAയിലേക്ക് തിരിഞ്ഞ EBC വോട്ടുകൾ നേടാനുള്ള മഹാസഖ്യത്തിൻ്റെ ട്രംപ് കാർഡ് കൂടിയാണ് സഹാനി. ക്ഷേമ പദ്ധതിയുടെ പേരിൽ NDAയിലേക്ക് ചാഞ്ഞ നിഷാദ്, മല്ല സമുദായങ്ങളുടെ പിന്തുണ ഇത്തവണ സഹാനിയുടെ തിരിച്ചു പിടിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് മഹാസഖ്യമുള്ളത്. കേവലം 15 സീറ്റിൽ മാത്രം മത്സരിക്കുന്ന പാർട്ടിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്യുമ്പോൾ സഖ്യത്തിലെ VIP മുകേഷ് സഹാനിയാണ് എന്നതും വ്യക്തമാവുകയാണ്.